ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോവുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുണ്ട്. നേരത്തെയൊക്കെ അറസ്റ്റ് രേഖപ്പെടുത്തി 2 കിലോയോളം സ്വർണ്ണമാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കവർന്നത് എന്നടക്കമുള്ള വിവരങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. ആ വൈദ്യപരിശോധന പൂർത്തിയാക്കിയിട്ടായിരിക്കും ഇനി മറ്റു നടപടിക്രമങ്ങളിലേക്കൊക്കെ കടക്കുക. ശബരിമല സ്വർണ്ണക്കൊള്ള വളരെ വലിയ തരത്തിലുള്ള വിവാദങ്ങൾക്കും പിന്നാലെ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് രേഖപ്പെടുത്തി. ഇന്നലെയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് അടക്കം രേഖപ്പെടുത്തിയത്. അതിനുശേഷം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നേരത്തെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. ഇപ്പോൾ വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിയിട്ടുണ്ട്. മാത്രമല്ല സനിസ ശോഭാചന്ദ്രനുണ്ട് വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ. സനിസ, ഇതെവിടെയാണ് വൈദ്യപരിശോധന നടക്കുന്നത്? ഇപ്പോൾ എങ്ങനെയാണ് വിവരങ്ങൾ? ശബരിമല സ്വർണ്ണക്കൊളയിൽ SITയുടെ കസ്റ്റഡിയിലായിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇപ്പോൾ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അല്പസമയം മുൻപാണ് ഇവിടെ എത്തിയത്. ഇപ്പോൾ അദ്ദേഹത്തെ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി ഉള്ളിലേക്ക് കയറ്റിയിട്ടുണ്ട്. ഇത്തരത്തിൽ 2 കിലോ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി കൈവശപ്പെടുത്തിയെന്നാണ് SIT റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിൽ കൂടുതൽ പേരെ തന്നെ സഹായിച്ചവരെയൊക്കെ പുറത്തു കൊണ്ടുവരുമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ പറഞ്ഞിരുന്നു. ഇപ്പോൾ അതിന്റെ അന്വേഷണത്തിന്റെ ഒക്കെ തുടർ നടപടിയുടെ ഒക്കെ ഭാഗമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇപ്പോൾ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അല്പസമയം മുൻപാണ് ഇവിടെ എത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നടപടി ആചാര ലംഘനമാണെന്ന തരത്തിലൊക്കെ വലിയ തരത്തിൽ പ്രതിഷേധം ഉയരുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. ഇത്തരത്തിൽ ശക്തമായ രീതിയിൽ തന്നെ ഇതിന്റെ അന്വേഷണം പുരോഗമിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതിൽ അടുത്ത ഘട്ടം എന്ന നിലയിലാണ് ഇവിടെ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അടുത്ത ഘട്ടത്തിനായിട്ട് തെളിവെടുപ്പിനായിട്ട് ബാംഗ്ലൂരും അതുപോലെ തന്നെ ശബരിമല സന്നിധാനത്തും ഒക്കെ എത്തിക്കേണ്ട ആവശ്യകതയുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് എവിടെയൊക്കെ ഈ ദ്വാരപാലക ശില്പപാളികൾ കൊണ്ടുപോയോ, ബാംഗ്ലൂരിൽ കൊണ്ടുപോയിട്ടുണ്ട്, ചെന്നൈയിൽ കൊണ്ടുപോയിട്ടുണ്ട്, അതുപോലെ തന്നെ ശബരിമലയിൽ പോയിട്ടും ഇതിന്റെ തെളിവെടുപ്പ് നടത്തേണ്ടതായിട്ടുണ്ട്. അതിന്റെ തുടർ നടപടികൾക്ക് ഒക്കെ ആദ്യഘട്ടം എന്നോണമാണ് ഈ വൈദ്യപരിശോധന നടത്തുന്നത്. ഇപ്പോൾ ജനറൽ ആശുപത്രിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വൈദ്യപരിശോധനയ്ക്കായി കയറ്റിയിട്ടുണ്ട്. സനിസ, ഇതിപ്പോൾ രണ്ടാമത്തെ വൈദ്യപരിശോധനയാണോ? രാവിലെയും വൈദ്യപരിശോധനയ്ക്കായി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ തന്നെ എത്തിച്ചിരുന്നല്ലോ. അതേ ഇപ്പോൾ ഇദ്ദേഹത്തെ ഇപ്പോൾ തെളിവെടുപ്പിന് വേണ്ടി ബാംഗ്ലൂര് അതുപോലെ തന്നെ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലാണ് 2019 ഇത് സ്വർണം പൂശാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയത്. അതുപോലെ തന്നെ ചെന്നൈയിലും ബാംഗ്ലൂരും ഒക്കെ ഈ ദ്വാരപാലക ശില്പപാളികൾ കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് ഈ അന്വേഷണത്തിൽ ഇപ്പോൾ തെളിഞ്ഞിട്ടുള്ളത്. SITയുടെ ഒക്കെ അന്വേഷണത്തിൽ 2 കിലോളം സ്വർണം ഇത്തരത്തിൽ പോറ്റി കൈവശപ്പെടുത്തിയിട്ടുണ്ടെന്നൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ തെളിവെടുപ്പിനായിട്ട് ശബരിമലയിൽ അടക്കം കൊണ്ടുപോകേണ്ടതുണ്ട്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വൈദ്യപരിശോധന നടത്തിയതിനു ശേഷമാണ് പോറ്റിയെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റൂ. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വീണ്ടും ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത്തരത്തിൽ ഇപ്പോൾ പോറ്റിയെ അകത്തേക്ക് കയറ്റിയിട്ടുണ്ട്. പരിശോധനയ്ക്ക് ശേഷം പോറ്റിയുടെ പ്രതികരണത്തിന് വേണ്ടി ഇവിടെ ശ്രമിക്കുന്നുണ്ട്. അത്തരത്തിൽ പോറ്റി തന്നെ പറഞ്ഞിരുന്നു ഇതിൽ തന്നെ സഹായിച്ചവരെയൊക്കെ പൊതുമധ്യത്തിൽ കൊണ്ടുവരും, അത് പുറത്തു പറയുമെന്നും ഒക്കെ പോറ്റി തന്നെ വ്യക്തമാക്കിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ ഈ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി പോറ്റിയെ കയറ്റിയിട്ടുണ്ട്. അത് പുരോഗമിക്കുകയാണ്. സനിസ, ആദ്യം ഇനി ഈ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഇനി സന്നിധാനത്ത് എത്തിച്ചൊരു തെളിവെടുപ്പ് അതിനുശേഷമായിരിക്കുമോ ഈ ബാംഗ്ലൂരുവിലോട്ടേക്ക് കൊണ്ടുപോകുക? അങ്ങനെയാണ് കരുതുന്നത്. പോറ്റിയെ ഇപ്പോൾ കൃത്യമായിട്ട് എന്താണ് അന്വേഷണ സംഘത്തിന്റെ പ്ലാൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ശബരിമലയിൽ എത്തിച്ച് തെളിവെടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ 2019 സ്മാർട്ട് ക്രിയേഷൻ ചെന്നൈയിലാണ് ആദ്യമായിട്ട് ഇത് എത്തിച്ചതെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അതിനു മുന്നേ ഇതിന്റെ ഗൂഢാലോചനയും മറ്റുമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ശബരിമലയിൽ ഗൂഢാലോചനയും മറ്റു കാര്യങ്ങളും ഒക്കെ തുടങ്ങിയത് ശബരിമലയിലായതുകൊണ്ട് തന്നെ ആദ്യം അവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശേഷമായിരിക്കും ബാംഗ്ലൂര് അതുപോലെ തന്നെ ചെന്നൈയിലും ബാംഗ്ലൂരും ഒക്കെ തെളിവെടുപ്പ് നടത്തുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ അതിലെന്തെങ്കിലും മാറ്റമുണ്ടോ എന്നൊന്നും ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. എന്തായാലും തെളിവെടുപ്പ് നടത്തുന്നതിന്റെ പരിപാടികളാണ്, അതിന്റെ ആദ്യഘട്ട നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. അതാണ് സനിസ, ഈ 2 കിലോയോളം സ്വർണമാണ് ഈ പോറ്റി കവർന്നത്. അപ്പോഴും ഈ ഒപ്പം നിന്നവർക്കെതിരെ തന്നെയാണോ പോറ്റി തന്റെ മൊഴി ശക്തമാക്കുന്നത്? പോറ്റി വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഇത്രയും വലിയൊരു സ്വർണ്ണക്കൊള്ള തനിക്ക് ഒറ്റയ്ക്ക് നടത്താൻ കഴിയില്ല. ഇതിൽ തന്നെ സഹായിച്ചവരെയൊക്കെ പോറ്റി വെളിപ്പെടുത്തുമെന്ന് പോറ്റി തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇത്തരത്തിൽ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇത്രയും വലിയൊരു സ്വർണ്ണക്കൊള്ള അതും മഹിത്തറിലടക്കം
ഇത് 2019 സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ചെന്നൈയിലേക്ക് കൊണ്ടുപോകുമ്പോൾ മത്സറിലടക്കം ഇത് ചെമ്പാണെന്നാണ് രേഖപ്പെടുത്തിയത്. സ്വർണം പാകിയ ഒരു ദ്വാരപാലക ശില്പപാളിയാണ് ഇത്തരത്തിൽ ചെമ്പെന്ന തരത്തിൽ മഹിസറിൽ രേഖപ്പെടുത്തിയത്. അപ്പോൾ ദേവസ്വം കമ്മീഷനും അതുപോലെ തന്നെ ദേവസ്വം ഉദ്യോഗസ്ഥരടക്കം ഇവിടെ ചോദ്യമുനയിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ കോച്ചിക്ക് ഒറ്റയ്ക്ക് എന്തായാലും ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പലതവണ കോച്ചിയുടെ തന്നെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അത്തരത്തിൽ തന്നെ സഹായിച്ചവരെ പൊതുമധ്യത്തിൽ കൊണ്ടുവരുമെന്നും അവർക്കെതിരെ സംസാരിക്കുമെന്നും കോച്ചി തന്നെ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലൊരു പ്രതികരണം മാധ്യമങ്ങളും തേടുന്നുണ്ട്. വർഷ സനസ, ഇവിടെ ഈ ദേവസ്വം ഉദ്യോഗസ്ഥരടക്കം ആരോപണ വിധേയരായി ഇപ്പോൾ തന്നെ രംഗത്തുണ്ട്. അപ്പോൾ പോറ്റിയുടെ മൊഴി അതാ ദേവസ്വം ഉദ്യോഗസ്ഥരിൽ തുടങ്ങി പിന്നെ ഈ വലിയ വലിയ ആളുകളിലേക്കൊക്കെ എത്തും എന്നുള്ളൊരു സൂചന കൂടിയുണ്ടോ? നമുക്ക് പോറ്റിയുടെ മൊഴി വന്നതിന് ശേഷമേ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ കഴിയൂ. എന്തായാലും ഒറ്റയ്ക്ക് പോറ്റിക്ക് ഇത്ര വലിയൊരു കാര്യം, ഇത്ര സ്വർണം നഷ്ടപ്പെടുന്ന ഒരു കാര്യം, ശബരിമല പോലെയുള്ള ഒരു ഗ്ലോബൽ സ്പിരിച്വൽ ടൂറിസത്തിലേക്ക് പോകുന്ന ഒരു കേരളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ആരാധനാലയത്തിൽ ഇത്തരത്തിലൊരു പോറ്റിയുടെ പ്രതികരണത്തിന് വേണ്ടി മാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ശരി സനസ, ശോഭ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ്. അതിൽ ക്യാമറ വരൂടാ പോയി